ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പൈനാപ്പിൾ ജ്യൂസിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നോർമൽ രീതിയിൽ എല്ലാവരും പൈനാപ്പിൾ അടിക്കുന്നവരുണ്ടാവും, പിന്നെ പല ടൈപ്പിലും അടിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഈ രീതി ട്രൈ ചെയ്യാത്തവരെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഹാഫ് പോർഷൻ പൈനാപ്പിളാണ് എടുത്തത്. ഒരു ഒന്നിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് ജ്യൂസായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബ്ലെൻഡർ എടുക്കുക. ബ്ലെൻഡർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. നോർമൽ നമ്മളിപ്പോൾ പൈനാപ്പിളും പഞ്ചസാരയും വെള്ളവും ചേർത്തിട്ട് അടിക്കാറാണ് ചെയ്യാറ്. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഇഫ്താർ സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ദാഹശമനിയാണ്. പിന്നെ അതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി എടുക്കണം കേട്ടോ. ഞാൻ 2 പീസ് ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ഒന്ന് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. കുറേ ആയാലൊരു കുത്തൽ വരും. പിന്നെ 2 ഏലക്കായ കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഇഞ്ചിയുടെ ചെറിയൊരു പീസ് മതി, ഒരു ടേസ്റ്റിന് വേണ്ടി. ഇഞ്ചി ചേർക്കുന്നത് നല്ലതാണ്, നമുക്ക് ദഹനത്തിനൊക്കെ നല്ലതാണ് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ. പിന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കുക. ഞാനിപ്പോൾ 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സമയത്തിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിൻറ്റ് ലീവ്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ പുതിനയില. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് നമ്മളിവിടെ ചേർക്കാത്തത്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് അരിപ്പ വെച്ചിട്ട് നമുക്കത് അരിച്ചെടുക്കാം. അപ്പോൾ മിൻറ്റ് ലീവ്സിൻ്റെ ടേസ്റ്റ് ചിലർക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ അങ്ങനത്തെ ആളുകളുണ്ടെങ്കിൽ അതും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റി ആവും. എന്നിട്ട് ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കൂടുതൽ വെള്ളം ആദ്യം തന്നെ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതിങ്ങനെ അരിച്ചെടുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ വെള്ളം ഇങ്ങനെ ഈ ഒരു അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. തണുത്ത വെള്ളമാണെന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് കുടിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമൽ വാട്ടറാണ് ചേർത്തത്. അപ്പോൾ തണുത്ത വെള്ളം പെട്ടെന്ന് കുടിക്കാനുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളം യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഐസ് ക്യൂബ്സ് ഒക്കെ വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ ഞാൻ സെർവിങ് ഗ്ലാസ്സിൽ ചുറ്റും കുറച്ച് പഞ്ചസാരയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടുണ്ട്, കാണാനൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, ഫോട്ടോ ലുക്കിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ നമ്മുടെ ജ്യൂസ് അതിലേക്ക് സെർവ്. അപ്പോൾ ദാഹത്തിനൊക്കെ പറ്റിയിട്ട് നല്ലൊരു സംഭവമാണ് ഈ ഒരു പൈനാപ്പിൾ ജ്യൂസ് എന്ന് പറയുന്നത്. നല്ല ലൂസിൽ കഴിക്കുന്നതാണ്, ലൂസിൽ കുടിക്കുന്നതാണ്. എല്ലാവർക്കും ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ ഇത് നല്ലൊരു ദാഹശമനിയാണ്. അതുപോലെ ഇഞ്ചിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ദഹനശക്തിയും ഒക്കെ കിട്ടും. ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്യാത്തവരെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്